ഞാൻ ബിജോയാണ്, മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇന്ന് ഇറക്കിയ വീഡിയോ ഞാൻ കണ്ടു. മണർകാട്ടൊന്ന് വിളിച്ചില്ലേ, മറ്റേ ചാണ്ടിയൂമ്പിനെതിരായിട്ട് മറുനാടൻ പറഞ്ഞതിനെ ചെയ്ത വീഡിയോക്കെതിരായിട്ട്. അതിനെല്ലാം ഞങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഒരു ഇതാണ് കേട്ടോ. ഈ ചാണ്ടിയൂമ്മൻ ഈ കാണിക്കുന്ന പുള്ളി പറയുന്നത് അതൊക്കെ ശരിയാ. നമ്മളെ ഉമ്മൻചാണ്ടി ചെയ്യുന്ന പോലെ ഒന്നും ആ പുള്ളി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കേരളം മൊത്തം ഇപ്പൊ വേർതിരിക്കുക പിണറായി. ആ സമയത്ത് ഷൈൻ ചെയ്യാനായിട്ടാണോ എന്താ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം കാണിക്കാനാണ് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരു വലിയ വിഷയമാണ്. അതാണ് മറുനാടൻ പറഞ്ഞതെന്നാണ് എന്റെ വിചാരം. എന്റെ പേര് മോഹനൻ നായർ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. താങ്കളുടെ ഈ വീഡിയോകൾ മിക്കവാറും എല്ലാം കാണുകയും എനിക്ക് വളരെ മതിപ്പുള്ള ഒരു തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയും കൂടെയാണ് ഞാൻ. എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത് ആദ്യത്തെ കാലത്ത് സാധു കൊച്ചുകുഞ്ഞുപദേശത്തെക്കുറിച്ച് ചെയ്തില്ലേ വീഡിയോ. അതിന് ശേഷമാണ് എനിക്ക് നിങ്ങളോടുള്ള ആദരവ് 10 മടങ്ങ് വർദ്ധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ നന്മയുടെ പിന്നെ വലിയ തന്നെ കുറിച്ചതുപോലെ നന്മയുള്ള കാര്യങ്ങൾ, പോസിറ്റീവായ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതിലൂടെ നിങ്ങളുടെ സാംസ്കാരികമായി വളരെയധികം ഉയർന്നു വരുന്നു. അത് കേൾക്കുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ചലനം, അവരുടെ സാംസ്കാരികമായ വളർച്ച, ഇതിനൊക്കെ അത് വലിയൊരു ഗുണമാണ് നിങ്ങൾ ചെയ്യുന്നത്, മറ്റേ ആരും ചെയ്യാത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഉമ്മൻചാണ്ടി സാറിനെതിരെ നടത്തുന്ന ഈ പ്രചാരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കോട്ടയത്തുകാരനായ പുതുപ്പള്ളിയിലെ ഒരാളുമായിട്ട് ഒരു ഫോൺ കോൺഫറൻസ് ഉണ്ടായിരുന്നല്ലോ താങ്കളുമായിട്ട്. അതെ അതെ. അത് താങ്കളുടെ മറുപടി ചാട്ടുളി പോലെ എൻ്റെ മനസ്സിൽ വന്ന് പതിച്ചു. ആ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ചാണ്ടി ഉമ്മനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇത്രയും ആർജവത്തോടുകൂടി സംസാരിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ സമൂഹം ഇനിയും പെട്ടെന്ന് നന്ദിയൊന്നും പോകില്ല. അത് ഇനിയും ഇതുപോലുള്ള ഈ നന്മയുടെ മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നാൽ മതി. ഈ തിന്മ എത്ര കൂടിയാലും അതിനെയൊക്കെ മറികടന്നോട് നിൽക്കാനുള്ള ഒരു കരുത്തനുണ്ടാവും. അങ്ങനെ എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതുപോലെ എനിക്കൊരു അഭിപ്രായമുണ്ട്, നമ്മുടെ അൽഫോൻസാമ്മയെ കുറിച്ചും അങ്ങൊരു വീഡിയോ ചെയ്യണം. അൽഫോൻസാമ്മ മാത്രമേ നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു ഭൂമി ഒരു പ്രപഞ്ചവും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സൃഷ്ടികർത്താവിലേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ സയന്റിഫിക്കായി പോലും. അതിനെ പല രീതിയിൽ പല മേഖലയിലൂടെ ആ സത്യത്തിനെ അനാവരണം ചെയ്യാൻ വേണ്ടി അവതരിച്ച മഹാപുരുഷന്മാർ, അത് ക്രിസ്തു ആവാം, ആദിശങ്കരനാവാം, രമണ മഹർഷിയാവാം, നാരായണ ഗുരു ആവാം, ആര് വേണോ ആവാമല്ലോ. ബാഹ്യമായ അത്തരത്തിലുള്ള ഈ ഔട്ട്വേർഡ് അപ്പിയറൻസിലല്ലോ കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന വീഡിയോകളിൽ ഈ വെറും ഞാനൊരു CPM ഒരു 36 വർഷത്തെ സജീവ പ്രവർത്തകനായിരുന്നു. KSRTCയിലായിരുന്നു എനിക്ക് ഉദ്യോഗം. അവിടെയും സംഘടനാവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2004 CPM കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് പാർട്ടിയോടൊക്കെ ഉള്ള ബന്ധം വിച്ഛേദിച്ച് സ്വതന്ത്രമായിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അത് 2004 തീരുമാനം എടുത്തപ്പോൾ എന്നെ ഒരുപാട് പേര്, കാരണം അത്ര ഞാനൊരു അനുഭാവിയല്ലായിരുന്നു, ഫുൾ ടൈം വർക്കറായിരുന്നു. അപ്പോൾ അത് 2004 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 19 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരൊക്കെ വേട്ടയാടിയ ചരിത്രമുള്ള കോൺഗ്രസ്, അതിൻ്റെ നന്മയൊക്കെ പോയി. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചും പല വേദികളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഖസാൻ സാഹിബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ അദ്ദേഹം എഴുതിയ അവസാനം ആ പുസ്തകത്തിന്റെ ഓരോ ദിവസത്തെ അദ്ദേഹം കയ്യെഴുത്ത് പ്രതി എടുത്തുകൊണ്ട് പോകും, പല പേജുകളും നനഞ്ഞാണിരുന്നാണ് കണ്ണീർ വാർത്തകളും. അതുപോലെ തന്നെ ഈ ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന് പറഞ്ഞൊരു നാടകം കേരളത്തിൽ എഴുതിയല്ലോ പണ്ട്. അന്ന് പാർട്ടിക്ക് ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പൊ അന്ന് സഖാവ് വിജയ സംഘപ്പനൊക്കെ പങ്കെടുത്ത ഒരു സിനിമത്ത് വെച്ച് ഞാൻ എൻ്റെ വിവേചനക്കുറിപ്പ് ഞാൻ അന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാർട്ടിയുടെ തീരുമാനത്തോട് എനിക്ക് യോജിപ്പില്ല. ഒരുപക്ഷെ പുരോഹിതന്മാരിലെ കള്ളന്മാരും പിന്നെ വൃത്തികെട്ടവരും ഉണ്ടായിരിക്കാം. അതിൽ പൗരോഹിത്യ എല്ലാ മതത്തിന്റെ പൗരോഹിത്യ വൃന്ദവും മിക്കവാറും അങ്ങനെയുള്ളവരുടെ കയ്യിലായിരിക്കും. പക്ഷെ അതിൽ ഫാദർ ഡാമിയൻ വരില്ലല്ലോ, മദർ തെരേസ വരില്ലല്ലോ, അതിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വരില്ലല്ലോ, സാധു കൊച്ചുകുഞ്ഞുവയസ്സ് വരില്ലല്ലോ. അവർക്ക് പ്രയോജനമായി നിന്ന ഒരു മഹാവ്യക്തിയെ ഒരുത്തന്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിച്ചെടുക്കുന്നതിൽ എന്ത് ആവിഷ്കാരം എന്ന് പറഞ്ഞാലും അലങ്കരിക്കാൻ എനിക്കൊക്കില്ല. എന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എഴുതിയേക്കുകയും ചെയ്തു. അപ്പൊ അന്ന് ഈ പാർട്ടിയോട് എനിക്കുള്ള ചില വിയോജിപ്പുകൾ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പാർട്ടിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടാതെ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം ഉമ്മൻചാണ്ടി സാറിനെ ഒരുപാട് ഉപദ്രവിച്ചതിൽ അങ്ങയുടെ വിലയിരുത്തൽ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അടിക്കാനുള്ള വടി മുഴുവൻ കൊണ്ടുപോയിട്ട് അടിയെന്ന് പറഞ്ഞ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. അതിൽ പിണറായി വിജയൻ വെച്ചാൽ അവർ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി അവരെന്ത് സ്വതന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അപ്പൊ അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന്റെ ചരിത്രം ഏതാണ് സാറേ? അത് എന്റെ ഒരു അനുഭവം കൊണ്ട് പറയാണ്. ഒരു വ്യത്യസ്തമില്ല. ഈ കാമരാജന ഈ ലോകം കണ്ട ഇതുപോലെ ഒരു ഭരണാധികാരിയാണോ ലോകത്ത് ഈ കാമരാജനെ പോലെ? ആ കാമരാജനെ വരെ ഹൂയിസ് ദിസ് കാമരാജ് ചോദിച്ചാലാണ് ഇന്ദിരാഗാന്ധി. അത് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ പേര് അന്ന് സർക്കിൾ ഈ മീഡിയയിലിടയിൽ ചർച്ച നടക്കുമ്പോഴത്തേക്ക് അവരെല്ലാം ചോദിച്ചാൽ പറയുന്നത് യു ആസ്ക് കാമരാജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ കാമരാജ് തീരുമാനിച്ച് പ്രധാനമന്ത്രിയായ ആ സ്ത്രീ
രണ്ടാമത് അപ്രമാദിയായി മാറിയപ്പോഴത്തേക്ക് ചോദിച്ചതാണ് ഹൂ ഇസ് ദിസ് കാമറാജൻ. അതാണ് കോൺഗ്രസിന്റെ അവരുടെ ആ ഒരു ധാർമ്മികമായ മൂല്യം. അതാണ് അങ്ങനെയുള്ള കാമരാജനെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി ഇപ്പോഴും ചെയ്യുന്നില്ല. ഉമ്മൻചാണ്ടി മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഞാൻ രാഷ്ട്രീയക്കാരനല്ല കാണുന്നത്, ഞാൻ വിശുദ്ധന്മാരെ പട്ടിക കാണുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പം കാണുന്നില്ല, ഞാൻ ഒരു വിശുദ്ധനായി ഭാവിയിൽ അദ്ദേഹം വിശുദ്ധൻ തന്നെയാവും, സംശയമൊന്നും വേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു പുണ്യപുരുഷനെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവർ ആരെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഏവനായാലും അവന്റെ തലമുറകൾ പോലും അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് എൻ്റെ വലിയ അഭിപ്രായം. അക്കാര്യത്തിൽ ഇതൊരു വളരെ നെഞ്ചുകൊണ്ടു നിന്നു തൻ്റെ ഇടമായി ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞതിന് അങ്ങയോടുള്ള എൻ്റെ സ്നേഹം. അങ്ങയോടെന്ന് പറയണമെങ്കിൽ എൻ്റെ പകുതി പ്രായം താങ്കൾക്ക് വരുള്ളൂ, എനിക്ക് 71 വയസ്സ്. എങ്കിലും എൻ്റെ മനസ്സെപ്പോഴും ചെറുപ്പക്കാരെ പോലെയാണ്. ഇല്ലാണോ? അതെ, എന്റെ മനസ്സിലെ ആ നല്ല കാര്യം കേട്ടോ. പുതുപ്പള്ളിക്കാരൻ ഒരു ഉമ്മൻചാണ്ടിയുടെ മകനെ പറ്റി പ്രതികരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ബൈബിളിലെ കാര്യം പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞില്ലേ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് ക്ഷമിക്കാനല്ലേ പറയാം, ക്ഷമിക്കാൻ പറ്റിയാലേ ചോദിച്ചു. കറക്റ്റാ കേട്ടോ, അവനെ ഉത്തരം മുട്ടിച്ചു. ആ ഭാഗത്തിന് പ്രത്യേക ഒരു അഭിനന്ദനം ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കുറച്ച് വിളിച്ചതേ ഉള്ളൂ കേട്ടോ അവരെ. കാരണം മറുപടി അവനെ കാണാനേ കൊടുക്കണം, അവന്റെ വായിൽ തന്നെ കിട്ടിയില്ലേ. അത് നല്ല ഭാവം കേട്ടോ, ഞാൻ കേട്ടായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.